വയനാട് ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF MLA-മാർ നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു. സമരത്തിന്റെ സമാപനം കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. സമരം വൈകാരിക ഷോ മാത്രമാണ് എന്ന് CPM ആരോപിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ MLA-മാരുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്ന വയനാട്ടിലേക്കുള്ള ആനക്കാംപൊയിൽ തുരങ്കപാത സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നാഴികക്കല്ലായി ഉയർത്തി കാണിക്കുന്നതിനിടെയാണ് താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ചർച്ചയാക്കിയുള്ള UDF പ്രതിഷേധം. സാമൂഹിക സാംസ്കാരിക നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു വയനാട്ടിൽ നിന്നുള്ള UDF MLA-മാരുടെ രാപ്പകൽ സമരം. ചുരത്തിലൂടെ നമുക്ക് പോകാൻ തന്നെ പറ്റുന്നില്ല, പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഇടപെടേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വേണ്ട തരത്തിൽ ഇടപെട്ട് ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. അതേസമയം സമരം വൈകാരിക ഷോ മാത്രമാണെന്നായിരുന്നു CPM വയനാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. എങ്ങനെയും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക, വൈകാരിക ഷോ നടത്തി ഗവൺമെന്റിനെതിരായി ആളുകളെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതം ചർച്ചയാക്കാനാണ് UDF തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.